October 7 വരാട് ദിനമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്തായെന്ന് വെച്ചാൽ ഈ വരയാട് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ഓരോ ജീവരാശി ഇവിടെ ഉള്ളപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ബെനിഫിറ്റ് എന്നുള്ളത് നമുക്കറിയണം. അതിന് വേണ്ടിയാണ് അവിടെ ഒരു ബോർഡ് വെച്ചത്. വരയാടിൻ്റെ ആക്ച്വലി ഹാബിറ്ററ്റ് ഇല്ല, അത് ജീവിക്കുന്ന സ്ഥലം ഈ പുൽമേടുകളാണ്. ഈ പുൽമേടുകൾ പുൽമേടല്ല മല, മലയിലുള്ള പുൽമേടുകളില്ലേ, മല വന്നത് നമുക്ക് എന്താന്ന് വെച്ചാൽ അതിന് പേടിയാകുമ്പോ ഓടി രക്ഷപ്പെടാൻ മലകള് ആ പാറക്കെട്ടുകളൊക്കെ. പക്ഷെ ഭക്ഷണമൊക്കെയാണ് പുൽമേടുകൾ. ആ പുൽമേടുകൾ വെള്ളം ഈ പെയ്യുന്ന മഴയൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഈ ചെറുന്ന ഈ റിവേഴ്സ് ഒക്കെ ഇല്ലേ, അപ്പൊ അത് ഇതുപോലത്തെ ഇക്കോസിസ്റ്റം പോയി കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാവില്ല. അതില്ലാണ്ട് ഇതിലൊക്കെ തീ ആയി കഴിഞ്ഞെന്ന് വെച്ചോ, കാടൊക്കെ വനമൊക്കെ കത്തിപ്പോയി കഴിഞ്ഞാൽ കാർബൺ ഇല്ല, കാർബൺ എന്ന് പറയുന്നത് കാർബൺ ഈ മരത്തിലൊക്കെ നമുക്ക് ഫുള്ളും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിപ്പോ കത്തുവാണെങ്കിൽ വീണ്ടും അറ്റ്മോസ്ഫിയറിൽ വരും. അറ്റ്മോസ്ഫിയറിൽ കാർബൺ വീണ്ടും റിലീസായി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ ഈ പറയുന്നില്ലേ, 1 ഡിഗ്രി കൂടി 2 ഡിഗ്രി കൂടി ഒരു 10 കൊല്ലത്തിൽ ചൂടാകേണ്ട കാലാവസ്ഥ മാറ്റം വരുന്നത്. ഈ കാലാവസ്ഥ മാറ്റമൊക്കെ വരാണ്ടിരിക്കുവാണെങ്കിൽ ഈ ഗ്രാസ് ലാൻഡിനെ നമ്മൾ സംരക്ഷിക്കണം. അത് ഗ്രാസ് ലാൻഡ് വരയാട് എന്താണ് സാറ് പുൽമേട്. അപ്പൊ ഇത് സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് നമുക്ക് വാട്ടർ സെക്യൂരിറ്റി, ഈ കാർബൺ സെക്വസ്ട്രേഷൻ ഇതുപോലെ കാര്യങ്ങൾ നടക്കും. അപ്പൊ അതിനു വേണ്ടി അതിന്റെ ഒരു ജസ്റ്റ് ഒരു പങ്ക് വെക്കാനായിട്ട് വേണ്ടി വന്നതാണ്. അപ്പൊ റേഞ്ച് ഓഫീസർ 1-2 കാര്യങ്ങൾ പറയും. നമുക്ക് അതോടുകൂടി ഇത് ഇന്ന് വരയാട് ഡേ എന്നുള്ളത് നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, താങ്ക് യു.